പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 286 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യൂസ്റ്റാച്യൂസിനും സഹവിശുദ്ധർക്കും ശേഷം ഈ ആഴ്ച നമുക്ക് അപ്പസ്തോലനായ വിശുദ്ധ മത്തായിയെക്കുറിച്ചറിയാം. 1-ാം നൂറ്റാണ്ടിലെ ചുങ്കപ്പിരിവുകാരനും പിന്നീട് അപ്പസ്തോലനുമായി തീർന്ന വിശുദ്ധ മത്തായി തൻ്റെ ജീവിതം യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത ദൗത്യത്തിനുമായി ചെലവഴിച്ചു. തിരുസഭ സെപ്റ്റംബർ 21 വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുന്നത്. പൗരസ്ത്യ കത്തോലിക്കരും ഓർത്തഡോക്സ് സഭക്കാരും വിശുദ്ധ മത്തായിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം വിജാതീയരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത രാജകുമാരനുമായ വിശുദ്ധ ഫുൾവിയാനൂസിനൊപ്പം നവംബർ 16 വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ദിനമായി കൊണ്ടാടുന്നത്. വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പരിമിതമായ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിലും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധൻ എഴുതിയിട്ടുള്ളതായ വിവരങ്ങൾ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രഥമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തിരുസഭ അതിനെ വളരെ അമൂല്യമായി കണക്കാക്കി വരുന്നു. ചുങ്കപ്പിരിവുകാരനായ വിശുദ്ധ മത്തായിയും യേശുവുമായിട്ടുള്ള അത്ഭുതകരമായ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശുദ്ധ മാർക്കോസിന്റെയും വിശുദ്ധ ലൂക്കായുടെയും വിവരണം മത്തായിയുടെ സ്വന്തം വിവരണത്തോട് സമാനമാണ്. തങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി കൂടുതൽ ചുങ്കം പിരിക്കുന്നതിനനുസരിച്ചായിരുന്നു ചുങ്കപ്പിരിവുകാരുടെ ജീവിതത്തിന്റെ ഉന്നതി. അതിനാൽ അക്കാലങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി യഹൂദിയായിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവന് സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഗലീലി സമുദ്രത്തിന് സമീപത്തുള്ള കാപ്പർനാമിലെ വിശുദ്ധ പത്രോസിന്റെ ഭവനത്തിനടുത്ത് വെച്ചാണ് യേശുവും മത്തായിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച നടന്നതെന്ന് കരുതപ്പെടുന്നു. മത്തായിയെ തന്റെ ശിഷ്യഗണത്തിലേക്ക് ഉയർത്തിയത് യേശുവിന്റെ ആഗോള രക്ഷാകര ദൗത്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ചുങ്കപ്പിരിവുകാരനായ മത്തായിയെ തന്റെ പ്രഥമ ശിഷ്യഗണത്തിലേക്ക് യേശു വിളിച്ചത് യാഥാസ്ഥിതികരായ അന്നത്തെ മതപുരോഹിതർക്കും യഹൂദ സമൂഹത്തിനും ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന യേശുവിന്റെ മറുപടി അവരുടെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ എന്ന യേശുവിന്റെ വാക്കുകൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും കൂടാതെ പെന്തക്കോസ്ത അനുഭവങ്ങളുടെയും ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ വിശുദ്ധ മത്തായിയും പരാമർശിക്കുന്നു. 12 അപ്പസ്തോലന്മാരിൽ 11 പേരെയും പോലെ അപ്പസ്തോല ദൗത്യത്തിനിടെ വിശുദ്ധ മത്തായിയും രക്തസാക്ഷിത്വം വരിച്ചതായി കരുതപ്പെടുന്നു. റോമൻ രക്തസാക്ഷിത്വ വിവരണത്തിനനുസരിച്ച് ഇന്നത്തെ ഈജിപ്തിന് സമീപമാണ് വിശുദ്ധന്റെ രക്തസാക്ഷിത്വം സംഭവിച്ചിരിക്കുന്നത്. ഒരു വിശുദ്ധനും സുവിശേഷകനും എന്ന നിലയിൽ വിശുദ്ധന്റെ പ്രവർത്തനങ്ങൾ നിരവധി അമൂല്യമായ കലാരചനകൾക്ക് പാത്രമായിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2006 ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: വിശുദ്ധിയിൽ നിന്നും അകന്ന് നിൽക്കുന്ന പാപികളായവർക്ക് ദൈവകാരുണ്യം വഴി ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു മാതൃകയായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. 9-ാം നൂറ്റാണ്ടിലെ കെൽസിന്റെ രചനകൾ തുടങ്ങി JS ബാച്ചിന്റെ വിശുദ്ധ മത്തായിയുടെ സഹനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ വരെ അത് നമുക്ക് ദർശിക്കാവുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന 3 പ്രശസ്തമായ ചിത്രങ്ങൾ റോമിലെ വിശുദ്ധ ലൂയിസിന്റെ നാമധേയത്തിലുള്ള കൊണ്ടാരെല്ലി ദേവാലയത്തിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നാം ആരും തന്നെ ആകസ്മികമായി ആരെയും കണ്ടുമുട്ടാറില്ല. അവിടെ കാലം കാത്തുവെച്ച എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഒന്നുകിൽ അതൊരു പാഠമായിരിക്കും, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ഏവർക്കും നന്ദി.